നമ്മൾ കേരളത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ 2024-25 ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്ത ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പലരും പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാതെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഒരു കോഴ്സ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യാനിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ ഒരു രീതിയിൽ നമുക്കിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് റിനു മിസ് ആണ്. മാം MHA കഴിഞ്ഞിട്ട് ഓൾറെഡി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കറൻ്റ്ലി ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാനുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എസ്പെഷ്യലി ഇനി ഈ കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അതേപോലെ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ജോബ് റോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡൗട്ട്സ് ഒക്കെ നമുക്ക് മാമിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. മീൻസ് നമുക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു മെയിൻ ഡൗട്ടാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നമ്മൾ കേട്ട അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. അപ്പോൾ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ സത്യത്തിൽ? ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പലരും പലപ്പോഴായിട്ടും പറയുന്നതാണ് ആശുപത്രി ബിസിനസ്സായി മാറി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന, അല്ലെങ്കിൽ പലയിടത്തുനിന്നായിട്ട് കേൾക്കുന്നതാണ് ആശുപത്രി ബിസിനസ്സായി മാറിയെന്ന്. ആക്ച്വലി സ്പീക്കിംഗ്, ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതെല്ലാം ബിസിനസ്സാണ്. ആ ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് എവിടെ വരുന്നു എന്നുള്ളിടത്താണ് കാര്യം വരിക. ഹോസ്പിറ്റൽ ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ഓക്കെ, ഹോസ്പിറ്റലിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് കാണാനോ പിടിക്കാനോ ഒന്നും അതിൻ്റെ ഔട്ട്പുട്ടിനെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് പേഷ്യൻസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്യൂറേറ്റീവ് സർവീസ്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സർവീസ് ഏറ്റവും നന്നായിട്ട്, എഫിഷ്യൻ്റ് ആയിട്ട്, എഫക്റ്റീവായിട്ട്, റിസോഴ്സുകളുടെ മാക്സിമം യൂട്ടിലൈസേഷനിൽ നല്ലപോലെ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടി. ഞാൻ പറഞ്ഞല്ലോ മിസ്, ഇപ്പോൾ 2024-25 എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡ്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പീരീഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം സ്റ്റുഡൻസ് കേരളത്തിൽ നിന്ന് ചൂസ് ചെയ്തേക്കുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സായിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. പക്ഷേ ഇത്രയധികം സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത് കൊണ്ട് ഈ പഠിച്ചിറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരു പ്രോപ്പർ കരിയറിലേക്ക് എത്താനായിട്ട് പറ്റുമോ മിസ്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ? അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമോ? ഉറപ്പായിട്ടും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാര്യം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു വൈഡായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ടോട്ടലി ഗ്രോയിങ് ആണ്. ഡേ ബൈ ഡേ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഒരു കോവിഡ് ടൈമിൽ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കോവിഡ് ടൈമിൽ എല്ലാ ഇൻഡസ്ട്രീസും, എല്ലാ ഷോപ്പുകളും, സർവ്വസംഗതികളും ഷട്ട് ഡൗൺ ചെയ്തു. ഒരു ഹോസ്പിറ്റൽ പോലും ഷട്ട് ഡൗൺ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. മാത്രമല്ല, ആ ഒരു ഫേസ് കഴിഞ്ഞ സമയത്താണെങ്കിലും ഒന്ന് റീഗെയിൻ ചെയ്ത് വന്ന ഇൻഡസ്ട്രികൾ വളരെ ലിമിറ്റഡ് ആണ്. വീണ്ടും അവരവരുടെ ഒരു പഴയ പ്രതാപത്തിലോട്ടും ട്രാക്കിലോട്ടൊക്കെ എത്തപ്പെടുന്നത് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് ഹോസ്പിറ്റലുകൾ അങ്ങനെയല്ല. ഇതുപോലെ കോവിഡ് പോലെ, നിപ്പ പോലെയുള്ള പുതിയ പുതിയ അസുഖങ്ങൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, പുതിയ പുതിയ അഡ്മിനിസ്ട്രേഷൻ മേഖലകൾ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മോറോവർ ആളുകൾ കുറേ അധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറുന്നുമുണ്ട്, അല്ലേ? പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ വളരെയധികം ഹെൽത്ത് കോൺഷ്യസാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നതിനൊരു വളവായിട്ടാണ് ഇതൊക്കെ മാറുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ടും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും ഗ്രോ ചെയ്യും. സോ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അതിനനുസരിച്ച് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനും പറ്റും. നമുക്കിപ്പോൾ ഈ ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് പൊതുവേ ഉള്ളൊരു ധാരണയാണ്, ഒരു ഹോസ്പിറ്റലിൽ, അതായത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മാത്രമാണോ ഇവർക്ക് ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്, അതോ വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഓക്കെ, ഹോസ്പിറ്റലുകളിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗം മാത്രമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ക്ലിനിക്കുകളുണ്ട്, നഴ്സിംഗ് ഹോമുകളുണ്ട്, ലബോറട്ടറികളുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ഇങ്ങനെ നിരവധി ഫീൽഡുകളുണ്ട് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നിരവധി ഫീൽഡുകളുണ്ട്. എല്ലായിടത്തും അഡ്മിനിസ്ട്രേഷനാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടെത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് ഹോസ്പിറ്റൽ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ക്ലിനിക്കുകളായാലും നഴ്സിംഗ് ഹോമുകളായാലും എല്ലാം നമ്മളുടെ ഒരു കേപ്പബിലിറ്റി അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്കിൽ അനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
ഇപ്പം നമ്മൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നവർക്ക് ഇവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു കോഴ്സിൽ പഠിക്കാൻ വരുന്നത്? എസ്പെഷ്യലി ഇപ്പോൾ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഐഡിയ ഇല്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടും എന്ന് മാത്രമാണ് അറിയാവുന്നത്. അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിച്ച് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യാം, അങ്ങനത്തെ ഒരു അവയർനെസ് ഇല്ല. അപ്പോൾ അതൊന്ന് മാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്തൊക്കെ സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ എന്തൊക്കെ നമ്മൾ സബ്ബായിട്ട് പഠിക്കുന്നുണ്ട്, അതിനെ ബേസ് ചെയ്ത് ഏതൊക്കെ ഫീൽഡിലേക്ക് പോകാം എന്നുള്ളത്? ഇപ്പം പറഞ്ഞത് വളരെ ശരിയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചാൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടും, അതല്ലെങ്കിൽ ആശുപത്രിയിൽ ആരൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഡോക്ടറും നഴ്സും ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു അവയർനെസ്സേ നമുക്ക് ഇപ്പോഴും ഉള്ളൂ. ഒരു കോമണറിനെ സംബന്ധിച്ച് അവർക്ക് അതേ അറിയുള്ളൂ. ആക്ച്വലി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ വിവിധ തരം ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കൂട്ടമാണ്. നമുക്ക് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റുകളെ പൊതുവെ 3ആയിട്ടാണ് തരം തിരിച്ചു പറയുന്നത്. ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അവിടാണ് നമുക്ക് പരിചയമുള്ള ആൾക്കാർ ഇരിക്കുന്നത്, ഡോക്ടേഴ്സ്. നമ്മൾ ചെല്ലുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, പോരുന്നു, അവരാണത്. രണ്ടാമത്തേത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ്. ഈ ഡോക്ടർമാരെ അവരുടെ ട്രീറ്റ്മെന്റിന് സഹായിക്കുന്ന ആൾക്കാരാണ് ഈ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. ഫാർമസിയും ലാബും ഒക്കെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. മൂന്നാമത്തെ വിഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെ പൊതുവെ നമ്മൾക്ക് ആർക്കും പരിചയമില്ല. നമുക്ക് ആകെ അറിയാവുന്നത് ഈ സപ്പോർട്ടീവ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെയാണ്. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അവിടെ നമുക്ക് സ്റ്റാഫിനെ എടുത്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ കാര്യങ്ങൾ നോക്കുന്ന, സ്റ്റാഫിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പം അവരുടെ റിക്രൂട്ട്മെന്റ് മുതൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഹ്യൂമൻ റിസോഴ്സ്. കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അഗെയിൻ PRO. നമുക്ക് മാനേജ്മെന്റിന്റെയും പബ്ലിക്കിന്റെയും, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന്റെ പബ്ലിക്കിൽ വരുന്ന മേജർ പോർഷൻ എന്ന് പറയുന്ന അവിടുത്തെ പേഷ്യൻസ് ആണ്. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പം അതൊരു ഫെമിലിയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. റിസപ്ഷനും എൻക്വയറിന്നും രജിസ്ട്രേഷനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. പലപ്പോഴും ബില്ലിങ്ങും ഇതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അഗെയിൻ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്. ക്വാളിറ്റി ഒരു പുതിയ സംഗതിയാണ്. പുതിയതെന്ന് പറയുമ്പോൾ ഒരു 2-3 വർഷത്തിനുള്ളിൽ എന്നല്ല, എങ്കിൽ കൂടിയും ഉള്ളതിൽ റീസെന്റ് ആയിട്ട് വന്നൊരു സംഗതിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അഷ്വർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്. അഗെയിൻ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ, വലിയ മിഷൻ മുതൽ എഴുതുന്ന പേനയും പേപ്പറും വരെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ അനവധി ഡിപ്പാർട്ട്മെന്റുകളുടെ കൂട്ടമാണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ജോലി സാധ്യതയുണ്ട്. ഇപ്പോൾ മിസ് ഇത് പറയുന്നത് വരേക്കും നമ്മളുടെ ഒരു കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഫ്രണ്ട് ഓഫീസ് നമ്മൾ ഓക്കെയാണ്, അത് നമ്മൾ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ നോർമലി കാണുന്ന ഈ ഡോക്ടർ, നേഴ്സ്, ലാബിലേക്ക് പോകുന്നു, ബില്ലിങ്ങിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഒരു HR ഡിപ്പാർട്ട്മെന്റിനെ ഒന്നും കുറിച്ച് അവയർനെസ് അങ്ങനെ പൊതുവെ ആളുകൾക്ക് കുറവാണ്. നമ്മളാണെങ്കിലും ആദ്യമായിട്ടാണ് ഇപ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവാണ്. ഇത്രയധികം ഡിപ്പാർട്ട്മെന്റ്സ് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ ഉണ്ട് എന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി അവയർനെസ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ വിങ് നല്ലപോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറയും. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. കാരണം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എവിടെയെങ്കിലും റിസപ്ഷനിൽ ചെന്നു, ഇപ്പം റിസപ്ഷൻ എല്ലാം സോഫ്റ്റ്വെയർ ആണ്, എല്ലാം സിസ്റ്റം ത്രൂ ആണ് പോകുന്നത്. പക്ഷെ വേണ്ട, കുറച്ച് നാൾ മുന്നേ കൺസിഡർ ചെയ്യുക, അവിടെ പേനയും പേപ്പറും വെച്ച് എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 4-5 വർഷം മുന്നേ. ഇന്നും പലയിടത്തും അതൊക്കെ തന്നെയാണ് താനും. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ചെല്ലുമ്പം അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റ് എഴുതാൻ ഫോം ഇല്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിക്കും, ഇതൊന്നും എടുത്തു കൊടുക്കാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലേ, ഇതൊന്നും വാങ്ങിച്ചു വെക്കാൻ ഇവിടെ ആരും ഇല്ലേ എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ് അഥവാ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് നല്ലപോലെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ അഗെയിൻ വേറൊരു സ്ഥലത്ത് ചെല്ലുന്നു, ഫാർമസി ചെല്ലുന്നു, ഒരു 19 പേഷ്യന്റ് പുറത്ത് ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അവിടെ അകത്ത് ഫാർമസിസ്റ്റ് ആയിട്ട് 1-2 പേരെ ഉള്ളെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരാളെയും കൂടി ഇവർക്ക് വെക്കാമായിരുന്നു. അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ HR ഡിപ്പാർട്ട്മെന്റ് നല്ലപോലെ വർക്ക് ചെയ്യുന്നു, വിച്ച് മീൻസ് അഡ്മിനിസ്ട്രേഷൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അവർ നമ്മൾ കാണാതായിക്കൊണ്ടിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സ്റ്റുഡൻസ്, ഇത്രയധികം സ്റ്റുഡൻസ് കോഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഡൗട്ട്സ് ആണ്. അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു ടോപ്പ് കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കോഴ്സ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ആ ഒരു
അവരാഗ്രഹിച്ചൊരു പൊസിഷനിലേക്ക്, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ഒരു ടോപ്പ് നോച്ച് പൊസിഷനിലേക്ക് ഇവർക്ക് എത്താൻ പറ്റുക? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയും ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയാണ്. ജോബ് സെക്യൂരിറ്റിയും ഒരു പരിധി വരെ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മറ്റേത് പേഷ്യൻസുമാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്കറിയാം ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി മാത്രമല്ല ഇപ്പം എവിടാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. വരുന്ന പേഷ്യൻസുമായിട്ട് സംസാരിച്ച് എമ്പതറ്റിക്കലി സംസാരിച്ച് ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ. പേഷ്യൻസിന്റെ നിവൃത്തികേടിന്റെ അങ്ങേറ്റത്ത് എത്തുമ്പോഴാണ് ആശുപത്രി വരുന്നത്. ഈവൻ നമ്മളാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത് നമ്മൾ കുറെ ഒന്ന് ട്രൈ ചെയ്ത് എത്ര അധികം നമുക്കറിയാം സ്വയം ചികിത്സ പാടില്ല എന്ന് അറിയാമെങ്കിലും കുറച്ചൊന്ന് ട്രൈ ചെയ്ത് അവസാനം കഴിയാതെ വരുമ്പോഴാണ് ആശുപത്രിയിലോട്ട് ഇല്ല. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അവരുടെ ഒരു മൂഡ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് പോലെ ആയിരിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുമായിട്ട് പറഞ്ഞ് ഡീൽ ചെയ്ത് സംസാരിക്കാനുള്ള ഒരു എമ്പതറ്റിക് കമ്മ്യൂണിക്കേഷൻ അത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നീട് വേണ്ടതാണ് പേഷ്യൻസ്. 9 തവണ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഈ പേഷ്യൻസുമായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നെന്ന് വരത്തില്ല. സോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവര് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ അവരുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു ക്ഷമയാണ് പിന്നീട് വേണ്ട 2ാമത്തെ കാര്യം. ഇനി ഇതിന് പുറമെ ഇന്നത്തെ കാലത്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് ഓരോ കുട്ടികളും കൊണ്ടു നടക്കേണ്ട ഒരു സ്കില്ലാണ് IT സ്കിൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം HIS ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയും. ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് എല്ലാ ആശുപത്രികളും അവർ ഇലക്ട്രോണിക്കലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പേനയിലും പേപ്പറിലും എഴുതിക്കൊണ്ടിരുന്നത് ഇന്ന് ആശുപത്രികളെല്ലാം പേപ്പർലെസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഈ ഇലക്ട്രോണിക് കൺവേർഷൻ വരുമ്പോഴത്തേനും നമ്മളും അപ്ഡേറ്റഡ് ആവണം. അപ്ഡേറ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. ഔട്ട്ഡേറ്റഡ് ആയിപ്പോയാൽ പിന്നെ ഇൻഡസ്ട്രിയിൽ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കരിയർ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആകണം. അതിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ടതാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു നോളജ്. ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ, സപ്പോർട്ടീവ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ എല്ലാ ഫംഗ്ഷൻസും ഇന്ന് സോഫ്റ്റ്വെയർ ത്രൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് മൊത്തത്തിൽ പറയുന്നതാണ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. സോ അതിനെക്കുറിച്ചുള്ള അവയർനെസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സ്കിൽ, ആ ഒരു HIS അല്ലെങ്കിൽ IT സ്കിൽ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ആണെങ്കിലും ചില ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ചില സ്റ്റാഫുകൾ നമ്മളോട് ഭയങ്കര നമുക്ക് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നു, സമാധാനത്തോടെ പറഞ്ഞു തരുന്നു, നമുക്കും കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. പക്ഷേ ചില സൈഡിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ വർക്കിൻ്റെ തിരക്കുകൊണ്ടാവാം നമ്മുടെ അടുത്തൊരു ഹറിബറി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ പറഞ്ഞൊരു സ്കില്ല്, ഒരു പേഷ്യൻസ് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ മാം പറഞ്ഞ കണക്ക് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ പേപ്പറിൽ എഴുതി തരുന്നത് ഇപ്പോൾ നമ്മളൊരു കാർഡുമായിട്ടാണ് ചെല്ലുന്നത് അല്ലേ? അതാണ് എക്സാക്ട്ലി ഈ ഒരു സോഫ്റ്റ്വെയർ മാനേജ് ചെയ്യുന്ന ഈ ഒരു ഇത് യൂസ് ചെയ്തത്. ഇപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് പറയണം, നമ്മൾ എന്തായിരുന്നു ആദ്യം അവിടെ പ്രൊവൈഡ് ചെയ്ത് ആ ഡീറ്റെയിൽസ് അങ്ങനെ പറയണം. ഇന്നത് വേണ്ട, നമ്മുടെ എന്തെങ്കിലും ഒരു വാലും തുമ്പ് ഒരു ശകലം കിട്ടിയാൽ മതി അവർക്ക്. നമ്മുടെ എൻ്റയർ ഡീറ്റെയിൽസ് അവർക്ക് എടുക്കാൻ പറ്റും. അതിന്റെ ഒരു കാര്യം HIS, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അപ്ഡേഷൻ ആണ് അതിന്റെ കാര്യം. അപ്പൊ ആ ടെക്നോളജിക്കൽ അപ്ഡേഷനോടൊപ്പം നമ്മൾ പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്കും ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് സ്റ്റുഡൻസ് ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചൂസ് ചെയ്യുന്നത് തന്നെ ഇവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ ഒരു ജോലി വേണം. ജോലിയെക്കാട്ടി കൂടുതൽ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഇവരുടെ ആ ഒരു സാലറിയാണ്. ഇവർ ഏൺ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. എനിക്ക് ഇത്ര സാലറി ഉണ്ടാവും, അത്ര സാലറി ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഇവരുടെ ഈ ഒരു ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവരുടെ ഒരു സാലറി പാക്കേജ് എങ്ങനെയായിരിക്കും? സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഇവരുടെ ഒരു സാലറി എങ്ങനെയായിരിക്കും? ഓക്കെ, ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ നമുക്ക് ഫ്രഷർ കാറ്റഗറിയിൽ പെടുത്താം. ഒരു ഫ്രഷർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് കിട്ടിയെന്നുള്ളതിനേക്കാളും എന്ത് കൊടുത്തു എന്നുള്ളതാണ് ഒരു ഫ്രഷർ എപ്പോഴും ചിന്തിക്കേണ്ടത്. എന്താണ് എനിക്കുള്ളത്, എന്താണ് എൻ്റെ സ്കില്ല്, എന്താണ് എൻ്റെ ക്വാളിഫിക്കേഷൻ, അതനുസരിച്ചിട്ടായിരിക്കും എപ്പോഴും റിട്ടേൺ ഉണ്ടാവുക. ആക്ച്വലി സ്പീക്കിംഗ്, ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫ്രഷർക്കുള്ള എമൗണ്ട് സാലറി എന്ന് പറയുന്നത് ഒരു 10K to 20K ആണ്. ഇൻ ബിറ്റ്വീൻ 10K മുതൽ 20K വരെ, ഇതിനിടയിലാവാം 10K ആകാം. ഇതെല്ലാം ഡിപ്പെൻഡ് അപ്പോൺ ഹോസ്പിറ്റൽ പോളിസി. അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഈ ഹോസ്പിറ്റൽ പോളിസിയേക്കാൾ ഉപരി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചെല്ലുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആ കുട്ടിയുടെ സ്കില്ലാണ്.
എത്ര നന്നായിട്ട് അവൻ അല്ലെങ്കിൽ അവൾ ആ ഒരു ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അവരൊരു കാര്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പ്ലേസ്ഡ് ആകുമ്പോൾ എന്നെ അവിടെ ഇരുത്താൻ ഞാൻ കൊള്ളാമെന്ന് ഞാൻ പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് 10,000 രൂപ തരുമ്പോൾ ഈ 10,000 രൂപയ്ക്കുള്ള പണി ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അത് വെറുതെ കൺവിൻസ് ചെയ്താൽ പോരാ, പെർഫോമൻസിൽ കാണിക്കണം. ഫോർ എക്സാമ്പിൾ, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ പുതിയ പുതിയ സംഭവങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ഓരോ സംഭവങ്ങളെയും അതിൻ്റെതായ രീതിയിൽ ഡീൽ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, മീഡിയേറ്റർ ആണ്. പബ്ലിക്കിന്റെയും ഹോസ്പിറ്റലിന്റെയും അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെയും ഇടയിൽ നിൽക്കുന്ന മീഡിയേറ്റർ ആണ് ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ്. അപ്പൊ അവര് സംസാരിച്ച് അവസാനം ഹോസ്പിറ്റലിന് ചീത്തപ്പേരും ആവാൻ പാടില്ല, പേഷ്യന്റിന് വിഷമം ആവാൻ പാടില്ല. രണ്ടുപേരുടെ ഇടയിൽ നിന്ന് രണ്ടുപേർക്ക് സന്തോഷമാവുന്ന രീതിയിൽ പറഞ്ഞൊരു കാര്യം എത്തിക്കണം. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള സ്കില്ലുകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത്. ഒരു ഫ്രഷറിന് ഞാൻ എന്ത് കൊടുക്കാനാണ് റെഡി എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. അതിനുശേഷമാണ് സാലറി പാക്കേജ് ഫോക്കസ് ചോദിക്കുകയും ചെയ്യാൻ പാടുള്ളൂ. എന്നാലും നമുക്കൊരു ഫ്രഷറായിട്ട് കയറുമ്പോൾ ഒരു 10 to 20K റേഞ്ചിനുള്ളിലായിരിക്കും സാലറി എന്തായാലും ഉണ്ടാവും. 10 to 20K എന്തായാലും ഉണ്ടാവും. ഈ ഒരു ഫീൽഡിൽ സ്റ്റുഡൻസിനുള്ളൊരു ഡൗട്ടാണ്, ഈ ഒരു കോഴ്സൊക്കെ പഠിച്ചാൽ ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളൊരു പൊസിഷൻ, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളൊരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷൻ ഏതായിരിക്കും? ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റർ, ഇതെല്ലാം പറയുന്ന ടോപ്പ് പൊസിഷൻ, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇതെല്ലാം ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വരുന്ന അല്ലെങ്കിൽ ടോപ്പ് ലെവൽ പൊസിഷനിൽ വരുന്ന ജോബുകളാണ്. ഓക്കെ, പക്ഷേ ഒരു സ്റ്റുഡൻറ്റിന് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ സിഇഒയോ സിഇഒ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ മാനേജർ ഈ കാറ്റഗറിയിലോട്ടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. പഠിച്ചിറങ്ങി പിറ്റേ ദിവസം കാലത്ത് കിട്ടുന്ന ഒരു പോസ്റ്റ് അല്ല ഇത്. ഞാൻ അത്രയും വലിയൊരു പോസ്റ്റിൽ ഇരിക്കാൻ കേപ്പബിൾ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ സിഇഒ അവരുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ എൻ്റയർ ഹോസ്പിറ്റലിന്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും. ഈവൻ ഇതിൽ തന്നെയുള്ള ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്വഭാവവും രീതികളും ഡിഫറെന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവിയൽ പരുവത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിനെ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അപ്പൊ അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കില്ല് ഇതുണ്ട് എന്ന് നമ്മൾ മാനേജ്മെന്റിന് പ്രൂവ് ചെയ്യണം. ആ ഒരു സമയം എത്തുമ്പോഴേക്കായിരിക്കും നമുക്ക് ആ ഒരു ഉയർച്ച കിട്ടുക. ഇപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കാണാം. ഈ ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ 1 മാസം ഡ്യൂറേഷനുള്ള കോഴ്സ്, 1.5 മാസം ഡ്യൂറേഷനുള്ള കോഴ്സ്, 3 മാസം ഡ്യൂറേഷനുള്ള കോഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് ടേം കോഴ്സുകൾ അല്ലെങ്കിൽ ചെറിയ ഓൺലൈൻ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷേ ഇത്തരത്തിലുള്ളൊരു കോഴ്സ് എടുത്തവർ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും വൈഡായിട്ടുള്ളൊരു ഇൻഡസ്ട്രി, ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി മാനേജ് ചെയ്യാൻ ഇവർ കേപ്പബിൾ ആണോ? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് അവരുടെ ടൈം അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ സ്റ്റുഡൻസിന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവുമോ? ആരെയും ഡിഫൈൻ ചെയ്യല്ല, എങ്കിലും ചുരുങ്ങിയത് ഒരു 6 month എങ്കിലും പഠിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഏതെങ്കിലും ഒരു ഒറ്റ കാര്യം ഫോക്കസ് ചെയ്തല്ല, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ഫംഗ്ഷനുകളും പ്രോസസ്സുകളും ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബേസിക് നോളജ് നമുക്ക് ഗെയിൻ ചെയ്യണമെങ്കിൽ പോലും നമുക്കൊരു 6 month എന്തായാലും വേണം. ഇനി പഠിക്കാൻ കൂടുതൽ സമയമുണ്ട്, സാഹചര്യമുണ്ട്, എല്ലാം കൊണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1 year കോഴ്സ് എങ്കിലും മിനിമം നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഒരു PG ഡിപ്ലോമ പോലെയുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ. അതിൻ്റെ റീസൺ 1 year ആകുമ്പോഴത്തേനും ഈ 6 monthനേക്കാളും അതിൻ്റെ ഡബിൾ ആണ്. സോ പഠിക്കുന്നതും ഡബിൾ ആയിരിക്കും. കിട്ടുന്ന സ്കില്ലുകളും, അതായത് ഗെയിൻ ചെയ്യുന്ന സ്കില്ലുകളും കിട്ടുന്ന ട്രെയിനിങ് മേഖലകളും അതും ഡബിൾ ആയിരിക്കും. ഈ നേരത്തെ പറഞ്ഞതുപോലെ HIS പോലെയുള്ള സോഫ്റ്റ്വെയർ ക്ലാസ്സുകൾ, അതുപോലെ ഡിപ്പാർട്ട്മെന്റുകൾ, കുറേയും കൂടെ സ്പെഷ്യലൈസ് ചെയ്തു വരുന്ന ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചുള്ള നോളജുകൾ, ഇതെല്ലാം ഈ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത്. വിച്ച് ഡസൻ മീൻ 6 month ഇതൊന്നും ഇല്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ വൈഡായിട്ട് വരുന്നത് ഈ സെക്കൻഡ് ഹാഫിലാണ്. സോ എപ്പോഴും മാക്സിമം ഒരു 6 month എങ്കിലും നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ടുള്ളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഓക്കെ, ക്വാളിഫിക്കേഷനിലോട്ട് വരുമ്പോൾ മിനിമം നമുക്കൊരു +2 എങ്കിലും വേണം. ഓക്കെ, ഡിഗ്രി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, പക്ഷെ +2 ആണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി +2 ഉള്ളൊരു കുട്ടിയാണെങ്കിലും ആള് ഒരു എൻട്രി ലെവൽ ജോബിലോട്ടാണ് എത്തപ്പെടുക. അതിനുശേഷം
ഒരു ഡിഗ്രി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പാരലായിട്ട് നമുക്ക് ഡിഗ്രി പഠിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഗ്രി ഏൺ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് പ്രൊമോഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴും അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ പ്ലസ് ടുക്കാരാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് ജോബിലിരുന്ന് കൊണ്ട് തന്നെ എൻട്രി ലെവൽ ജോബിൽ ഇരുന്നുകൊണ്ട് ഡിഗ്രിയും കൂടി കംപ്ലീറ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. അതെ. ഇപ്പൊ ആദ്യയിലെ ഒരു ട്രെയിനിങ് രീതി, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് നമ്മളുടെ ഒരു ട്രെയിനിങ് രീതി, ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ട്രെയിനിങ് രീതി എങ്ങനെ ആയിരിക്കുന്നു മിസ്സിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആദ്യയിൽ നമുക്കറിയാം നമ്മൾ അക്കാഡമിക് ഫോക്കസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഫോക്കസ്ഡ് ആയിട്ടും ആണ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സാധാരണഗതിയിലെ പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള തിയറി പഠനങ്ങളാണ് ഉള്ളത്. തിയറി പഠനങ്ങളോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ HIS സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിയറി പഠനങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനോടൊപ്പം അവരുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് നമുക്ക് എല്ലാ മന്തും 2 or 3 times നമുക്ക് ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഇംഗ്ലീഷ് പോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ HISന്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം മറ്റ് MS ഓഫീസ്, ടാലി, SAP പോലെയുള്ള ആഡ് ഓൺ കോഴ്സുകളും നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം കുട്ടികൾക്ക് ഒരു ഹോസ്പിറ്റൽ വിസിറ്റും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും അത്യാവശ്യമായിട്ടാണ്, ആക്ച്വലി അവസാനമാണ് പറഞ്ഞെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പുസ്തകത്തിൽ പഠിച്ചതാണോ റിയാലിറ്റിയിൽ നടക്കുന്നതെന്ന് കുട്ടികളൊന്ന് അറിഞ്ഞിരിക്കണം ജോലിയിലോട്ട് ചെല്ലുന്നതിന് മുന്നേ. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആശുപത്രികളുമായിട്ട് സഹകരിച്ചിട്ട്, ഇപ്പം ഏതെങ്കിലുമൊക്കെ ആശുപത്രികളുമായിട്ട് സഹകരിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ അവിടെ കൊണ്ടുപോവുകയും ഒരു ഹോസ്പിറ്റൽ റെപ്രസെൻറ്റേറ്റീവ് എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് റിയാലിറ്റി, എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് കൃത്യമായിട്ട് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടികൾക്ക് അത് വളരെയധികം ബെനിഫിഷ്യൽ ആയി മാറുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടികളാണെങ്കിലും പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇതങ്ങനല്ലേ, അപ്പൊ ഇത് ഇങ്ങനെ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോളജ് ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണാം. കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടും. നാളെ അവർ പോകേണ്ട വർക്ക് ഇന്നതാണ്, അതെ, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോപ്പർ ഐഡിയ ഇന്റേൺഷിപ്പ് എപ്പോഴും ബെനിഫിഷ്യൽ ആയി. അതെ. ഇപ്പം മാം, നമുക്ക് ഇത്രയും നേരം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണ്, അല്ലെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, എന്തൊക്കെ ഫോക്കസ് ചെയ്തായിരിക്കണം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് പഠിക്കേണ്ടത്, ഇവരുടെ ഒരു സാലറി ഗ്രോത്ത് എങ്ങനെയായിരിക്കും, ഇവരുടെ ഒരു ട്രെയിനിങ് മെത്തേഡ്സ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ മാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരുപാട് കോഴ്സ് ചൂസ് ചെയ്യാൻ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, ഒരു ജോബ് അന്വേഷിക്കുന്നവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആകും. ഇത്തരത്തിലുള്ളൊരു ട്രെയിനിങ് ആണ് ആദ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേറ്റർ കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, 6 month ഡ്യൂറേഷൻ ആൻഡ് 1 year ഡ്യൂറേഷൻ വരുന്ന കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ അതായത് സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതോടൊപ്പം തന്നെ അവരുടെ എക്സ്റ്റേണൽ സ്കിൽസ്, ഇപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവരുടെ ഒരു പ്രസൻറ്റേഷൻ സ്കില്ല്, ഇതൊരു മാനേജീരിയൽ ലെവൽ ജോബ് ആയതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസൻറ്റേഷൻ സ്കില്ലൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു സ്കില്ലുകളും ഇതിനോടൊപ്പം വളർത്തിക്കൊണ്ട് ഒരു ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ലീഡർ ആക്കിയിട്ടായിരിക്കും നമ്മുടെ സ്റ്റുഡൻസ് ഇവിടുന്ന് പാസ് ഔട്ട് ആവുക. സോ അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. Aadi Group of Institutions, the most trusted quality training provider.